ABVP സംഘടിപ്പിച്ച പരിപാടിയിൽ കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പങ്കെടുത്തു. തുങ്കൂരുവിൽ ABVP സംഘടിപ്പിച്ച വീരറാണി അബ്ബക്കയുടെ 500ാം ജന്മവാർഷിക ദിനാഘോഷ പരിപാടിയിലാണ് ജി പരമേശ്വര പങ്കെടുത്തത്. എന്നാൽ ABVP പരിപാടിയിലല്ല പങ്കെടുത്തത് എന്നും റാണി അബ്ബക്കയുടെ ജന്മവാർഷിക ആഘോഷ പരിപാടിയിലാണ് പങ്കെടുത്തതെന്നും പരമേശ്വര വിശദീകരിച്ചു. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, യഥാർത്ഥത്തിൽ ഇത് ആര് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു? രാഷ്ട്രീയമായ വിവാദമുണ്ടോ കർണാടകത്തിൽ? തീർച്ചയായിട്ടും ഒരു കോൺഗ്രസ് സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു സംഘപരിവാർ വേദിയിൽ എത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിവാദമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തുംകൂരുവിലെ തിപ്റ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ABVP സ്വാതന്ത്ര്യ സമര ആയിരുന്ന വീര റാണി അബ്ബക്കയുടെ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കർണാടകയിലെ ഏതാണ്ട് നമ്മൾ ഝാൻസി റാണിക്ക് എന്ന് പറയുന്ന പോലുള്ള പരിവേഷമുള്ള ഒരു ധീരവനിതയാണ് റാണി അബ്ബക്ക എന്നുള്ളത്. റാണി അബ്ബക്കയുടെ ജന്മവാർഷിക ആഘോഷ പരിപാടി നടക്കുന്നു. അവിടേക്ക് ജി പരമേശ്വര എത്തുന്നു. ജി പരമേശ്വര റാണി അബ്ബക്കയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നു. ഇത് ABVP പരിപാടി തന്നെയായിരുന്നു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഇത് വിവാദമായതിനു ശേഷം പരമേശ്വരയുടെ പ്രതികരണം വരുന്നത് അതുവഴി തിപ്റ്റൂർ വഴി പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു പ്രകടനം പോകുന്നത് കണ്ടു. അതെന്താണെന്ന് നോക്കിപ്പോയപ്പോൾ റാണി അബ്ബക്കയുടെ പ്രതിമ കണ്ടു. റാണി അബ്ബക്ക അതിനാൽ തന്നെ അവിടെ ഇറങ്ങി പുഷ്പാർച്ചന നടത്തി. ABVP പരിപാടിയിൽ ക്ഷണിച്ചൊന്നുമല്ല താൻ പോയത് എന്നാണ് ജി പരമേശ്വര നൽകിയ വിശദീകരണം. ഏതായാലും BJP ഈ വിഷയത്തെ കാര്യമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ദേശസ്നേഹികളെ ആദരിക്കുന്നതിന് വേണ്ടി ABVP സംഘടിപ്പിച്ച പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു. ഇനി അദ്ദേഹം അതിനെ തള്ളിപ്പറയും. അതായത് അതിന് BJP ഉദാഹരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുൻപ് കർണാടക നിയമസഭയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ RSS പ്രാർത്ഥന ചൊല്ലിയ സംഭവം ഉണ്ടായി. പിന്നീട് അതിനെ അദ്ദേഹം തള്ളി പറയുന്ന രീതിയിലേക്കും വരികയും ചെയ്തു. ഏതായാലും സമാനമായിട്ടുള്ള കാര്യം ഇതിലുണ്ടാവുമെന്ന് പ്രതിപക്ഷ നേതാവ് R അശോക പറയുന്നുണ്ട്. ഏതായാലും സംഘപരിവാർ വേദിയിൽ ആഭ്യന്തരമന്ത്രി വന്നതിനെ ആഘോഷമാക്കുക തന്നെയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി.